Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon. Okay. Last class, teacher Tushmare teacher portion start ചെയ്തോ? മാം ഇന്നലെ അശ്വതി മാം തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. Application of Education Management in Administrative Area. Okay. Monday ആരായിരുന്നു? മിൽറോസ് മിസ് അല്ലായിരുന്നു? മിൽറോസ് മാം ആണ്. Okay. Education Management സ്റ്റാർട്ട് ചെയ്തു അല്ലേ? മാം ഫസ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആണോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നോ? മിൽറോസ് മാമിന് നിങ്ങളെ പരിചയമില്ലല്ലോ. സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു വന്നു. ഓക്കെ. എനിക്ക് കുഴപ്പമില്ല അല്ലേ? ഞാൻ 3 ബാച്ച് ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാവരും പരിചയമുണ്ട്. അപ്പൊ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, അറിയാലോ എല്ലാവർക്കും. MT14 കുട്ടികൾ ചിലപ്പോ കുറച്ച് പരിചയക്കുറവുണ്ടാവാം. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പോകെ പോകെ പഠിക്കാം. ഈ PG എന്ന് പറയുന്നത് നമ്മളുടെ ഡിപ്ലോമയിൽ നിന്ന് കുറച്ച് എന്താ പറയാ കുറച്ച് വ്യത്യാസമുണ്ട് അല്ലെ? അശ്വതി മാം ക്ലാസ് എടുത്തപ്പോ തന്നെ തോന്നുന്നില്ലേ ആ ചാപ്റ്റർ ഒക്കെ കണ്ടപ്പോ, അല്ലെങ്കിൽ ടെസ്റ്റ് നമ്മള് പേസ് ഒക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഡിപ്ലോമ പോലെയല്ല PG. കുറച്ച് എന്തോ പൊടിക്ക് എന്തോ ഇത്തിരി എന്താ പറയാ പാടാണെന്ന് തോന്നുന്നുണ്ട് അല്ലെ? ജസ്റ്റ് നിങ്ങള് ടെൻഷൻ ഒന്നും അടിക്കണ്ട. പക്ഷെ എന്താണ്, ഇത്തിരി കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്ത് വായിച്ച് സ്വയം, എന്ന് വെച്ചാൽ നമ്മൾ PG ഒക്കെ പഠിക്കുന്ന സമയത്ത്, PG ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും ക്ലാസ്സിൽ നമ്മൾ സ്വയം പഠിക്കും അല്ലെ? ക്ലാസ്സിൽ ടീച്ചർമാർ നമ്മൾ ഗൈഡ് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ നമ്മൾ സെൽഫ് ലേണിംഗ് ആണ് അല്ലെ? അതേപോലെ സെൽഫ് ലേണിംഗ് വേണ്ട, നമ്മള് ഡിപ്ലോമയിലെ പോലെ സ്പൂൺ ഫീഡിങ് ഇല്ല. ജസ്റ്റ് എല്ലാം റീഡ് ചെയ്ത് ഞങ്ങൾ പറഞ്ഞു തരും കാര്യങ്ങള്. സോ നിങ്ങളത് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ എക്സാമിന് മുമ്പ് നമ്മൾ ഈ ചാപ്റ്ററും മോക്ക് ടെസ്റ്റും നല്ല രീതിയിൽ റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നിങ്ങൾക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നല്ല ഇത് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം, നമ്മളിലേക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം പോർഷൻസ്. സോ മൊഡ്യൂള് 4ഉം 5ഉം 2 മൊഡ്യൂൾസ് ആണ് PGയിൽ വരുന്ന പോർഷൻ അല്ലെ? ഇതില് മൊഡ്യൂള് 4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുക്കാൻ പോകുന്ന പോർഷൻ മൊഡ്യൂള് 5 ആണ്. മൊഡ്യൂള് 5ല് കുറച്ച് സിമ്പിൾ ആണ് കേട്ടോ. 4നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 5 ഇത്തിരി പൊടിക്ക് ഈസിയാണ്. അപ്പോ മൊഡ്യൂൾ 5ല് ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ആണ് എന്നെടുക്കാൻ പോകുന്നത്. പേജ് നമ്പർ 122 ആണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ 122 എന്ന് പറയുന്ന പേജ് നമ്പർ എടുക്കാട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്, ഫാമിലീസും സ്കൂൾസും ഒരു പാർട്ട്ണർഷിപ്പ് അല്ലേ? ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റോൾ വഹിക്കുന്ന 2 പാർട്ടാണ് ആരാണ്? ഒന്ന് ഫാമിലിയും മറ്റൊന്ന് സ്കൂളും. ഈ 2 പേരും ഒരുമിച്ച് നല്ല കോപ്പറേഷനോട് കൂടി നല്ല പാർട്ട്ണർഷിപ്പോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കുട്ടിയുടെ ഭാവിയിൽ നല്ല രീതിയിലുള്ള ആ ഒരു കോൺട്രിബ്യൂഷനും കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. സോ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണ്. ഏതൊരു സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചും, ഇപ്പൊ നമ്മളുടെയൊക്കെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് കുറച്ച് കുറവായിരുന്നു അല്ലേ? കുറവായിരുന്നില്ലേ? നമ്മളുടെയൊക്കെ ജനറേഷന്റെ ടൈമില് എന്റെയൊക്കെ പാരന്റ് എനിക്ക് തോന്നുന്നു വൺസ് ഇൻ എ ഇയർ ആയിരിക്കും ചിലപ്പോ ഫൈനൽ എക്സാം ഒന്ന് സ്കൂളിൽ വരുന്നത്. പക്ഷെ നമ്മളിപ്പോ അങ്ങനെയല്ല. കുറച്ചുകൂടി മോഡേൺ കൺസെപ്റ്റിലേക്ക് വന്നപ്പോ നമ്മളിപ്പോ അങ്ങനെയല്ല. കാരണം നമ്മളിപ്പോ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി 2 വീക്സ് കൂടുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ കുട്ടിയുടെ സ്കൂൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉണ്ട്. ദെൻ ടീച്ചേഴ്സ് എന്ത് മെസ്സേജ് ഉണ്ടെങ്കിലും അപ്പോഴേക്കും വാട്സാപ്പിൽ മെസ്സേജ് വന്നു, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം, കുട്ടിക്ക് ഇന്ന ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്,
ഇന്നത് എക്സാം ഇന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ഡയറക്റ്റ് ടച്ച് ഉണ്ട് അല്ലെ, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഫാമിലീസും സ്കൂളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു കുട്ടിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി അല്ല പഠിത്തം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി ആ സ്കൂളിൽ മാത്രമാണോ? ആണോ? അല്ലാലോ, അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. സ്കൂളിൽ മാത്രമല്ല കേട്ടോ, ആ ഒരു കുട്ടി പഠിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ ചേർക്കുന്നു, ഫീസ് അടയ്ക്കുന്നു, കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. നമ്മുടെ റെസ്പോൺസിബിലിറ്റി മാറിയിട്ടില്ല. നമ്മൾ ഫാമിലി ആണെങ്കിൽ നമ്മളുടെ അവിടെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. കുട്ടീനെ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്, ടീച്ചർ എന്താണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്, ടീച്ചർ കുട്ടീനെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ടോ, കുട്ടി അത് ക്യാച്ച് ചെയ്യുന്നുണ്ടോ, അത് വീട്ടിൽ വന്ന് പഠിക്കുന്നുണ്ടോ, ഇതെല്ലാം എന്ത് ചെയ്യണം, ഓവർസീ ചെയ്തുകൊണ്ട് ആരുണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്. കുട്ടീനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, കാരണം ചില സ്പീഡിലായിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലൊക്കെ ട്രഡീഷണൽ രീതിയിലാണ് ക്ലാസ് റൂം എങ്കിൽ ഒരു സെയിം രീതിയിലായിരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ അല്ലെ. പക്ഷെ നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലും ഓരോ കുട്ടികളും എൻ്റെ ഡിഫറെന്റ് ആണ്. സോ നമ്മളുടെ കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ, അവൻ പഠിക്കുന്നുണ്ടോ, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഇല്ലേ. ജസ്റ്റ് ഒന്നുമില്ലെങ്കിലും വൈകുന്നേരം ഇപ്പൊ ഈ സമയമാണ് 2:30 അല്ലേ, 3:30 ആകുമ്പോഴേക്കും എല്ലാ വീട്ടിലും കുഞ്ഞു കുഞ്ഞു മക്കള് ബാഗൊക്കെ ആയിട്ട് വരും. അപ്പൊ അമ്മയുടെ ആദ്യത്തെ ചോദ്യമാണ്, ഇന്ന് ടീച്ചർ എന്താ പഠിപ്പിച്ചേ? ചായ കൊടുക്കുകയായിരിക്കുള്ളൂ. ചായ പാല കൊടുക്കുന്ന സമയത്ത് ചോദിക്കും, ഇന്ന് എന്താ പഠിപ്പിച്ചേ, ഇന്ന് എന്തൊക്കെ ഹോംവർക്ക് ഉണ്ട്, ഇന്ന് എന്തൊക്കെ ഉണ്ടായി. നമ്മൾ ജസ്റ്റ് ഇന്ന് അവിടെ എന്തൊക്കെ വിശേഷം ഉണ്ടായി, നമ്മൾ ജസ്റ്റ് അവരോടായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ ഫാമിലി സ്കൂളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് കുട്ടികളിലൂടെ അല്ലെ. അപ്പം ഫാമിലി സ്കൂളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് കുട്ടികളുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രസ്സിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. നല്ല രീതിയിൽ അവർക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കോപ്പറേഷൻ ആര് തമ്മിൽ വേണം? ഫാമിലീസും സ്കൂളും തമ്മിൽ വേണം. ഇറ്റ് ഈസ് ദ കോപ്പറേഷൻ ബിറ്റ്വീൻ സ്കൂൾ സ്റ്റാഫ്, പാരന്റ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. സ്കൂൾ സ്റ്റാഫ്, പാരന്റ്സ്, ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു കോപ്പറേഷനെയാണ് നമ്മൾ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട്. കുട്ടികളുടെ മ്യൂച്വൽ ട്രസ്റ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പാരന്റ്സും ഫാമിലിയും സ്കൂളും തമ്മിൽ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് വേണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മ്യൂച്വൽ ട്രസ്റ്റും റെസ്പെക്റ്റും നിർബന്ധമായിട്ട് വേണം. നമ്മളിപ്പോ ഒരു സ്കൂളിൽ നമ്മുടെ കുട്ടീനെ ചേർക്കുകയാണെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് നമുക്ക് ട്രസ്റ്റ് വേണം അല്ലെ, നമുക്ക് വിശ്വാസം വേണം. നമ്മുടെ കുട്ടികൾ അവരുടെ ഹാൻഡിൽ സേഫ് ആണ്, ഓക്കെ ആണ്. പിന്നെ അവരുടെ പ്രൊഫഷണൽ റെസ്പെക്റ്റും ചെയ്യണം. നമ്മൾ എന്താണ് അവരെ ചില ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ റെസ്പെക്റ്റോട് കൂടി നമ്മൾ ട്രീറ്റ് ചെയ്യണം. നിങ്ങൾ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സമൂഹം ഒരു റെസ്പെക്റ്റോട് കൂടി ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അത് ഈ ഒരു വേണ്ടതാണ്. അതേപോലെ തിരിച്ചും വേണം. ടീച്ചേഴ്സിനോട് സ്കൂളിനോട് മാത്രമല്ല ഈ ട്രസ്റ്റും റെസ്പെക്റ്റും വേണ്ട, നമ്മുടെ പാരന്റ്സിനോടും വേണം. പാരന്റ്സിന് നമ്മൾ റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. അവർ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റണമെന്നില്ല. പെട്ടെന്ന് ടീച്ചറിനോട് ഇതിന്റെ കാര്യം പെട്ടെന്ന് പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്തുമാവട്ടെ നമ്മുടെ കുട്ടികളുടെ പാരന്റ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവർക്ക് നമ്മുടെ ലാംഗ്വേജ് അറിയില്ല, ഇംഗ്ലീഷിൽ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല വേണ്ടത്. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് അവരുടെ അവരുടെ എബിലിറ്റീസും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കൺസേൺസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. കുട്ടീനെ റിലേറ്റ് ചെയ്യുന്ന പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കൺസേൺസും കാര്യങ്ങളും ഉണ്ടാവും. കുട്ടി പഠിക്കുന്നുണ്ടോ, ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മൾ റെസ്പെക്റ്റോട് കൂടി ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ബോത്ത് ഫാമിലി ആൻഡ് സ്കൂൾ ഷെയർ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ആ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യേണ്ടത് 2 പേരാണ്, ഫാമിലീസും സ്കൂളും. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പാർട്ട്നേഴ്സ് ആണ്. ഇത് 2 പേരും എന്ത് ചെയ്യണം? ഈ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒരാൾ റീഡ് ചെയ്യോ? Yes, ma'am. What are family school partnerships? ഇതല്ലേ മാം? അതെ. Family school partnerships are cooperative relationships and activities requiring school staff, parents, and other family members of students at a school. Effective partnerships are based on mutual trust and respect and shared
liability for the education of the children and young people at the school. Thank you, ma'am. ഓക്കെ, ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് മനസ്സിലായോ? Yes, ma'am. ഓക്കെ, എം ഫോർ മാഡ്നസ് അങ്ങനെയാണോ ഇട്ടിരിക്കുന്നത്? മാം ഞാൻ ലവ്ലിയാണ്. അതിപ്പോ ഞാൻ ഇതിനകത്ത് കയറേണ്ടി വന്നപ്പോ എനിക്ക് മറ്റേ ഇത് പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത് ഇട്ടതാണ്. ഇത് മോൻ കുഞ്ഞായിരിക്കുമ്പോ അവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അപ്പൊ അതിനകത്ത് ചെയ്തതാ. ഞാൻ ചേഞ്ച് ചെയ്തോളാം, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അത് മോനെ കൊണ്ട് ചേഞ്ച് ചെയ്തതാ. ഓക്കെ. ഞാൻ ഞാനൊരു ബാച്ചിൽ കണ്ടിട്ടില്ലല്ലോ. സോറി. എനിക്ക് തോന്നി മാം ചോദിക്കുന്നു തോന്നി എനിക്ക്. ഓക്കെ മാം, കുറച്ച് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്തോളാം കേട്ടോ മാം. പെട്ടെന്ന് കേറിയത്. ഓക്കെ ഏട്ടാ, ലെങ്ത് 11 എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? അളക്കാം. MT12 ആണ്. സോറി, MT12. ഓക്കെ ഓക്കെ, സോറി. കുറെ നാളായിട്ട് കണ്ടിട്ട് അല്ലേ? ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഏടാ, കംപ്ലീറ്റ് ആയോ ടീച്ചിങ് പ്രാക്ടീസ്? കംപ്ലീറ്റ് ആയി. ഓക്കെ. Why are family school partnership important? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മളിപ്പോ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഫസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ആരാണ്? ഫസ്റ്റ് ടീച്ചേഴ്സ് നമ്മൾ ഓരോരുത്തരും, നമ്മളുടെ കുട്ടീനെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരാണ് അവരുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോ അവരിൽ നമുക്ക് ഇന്ന മാറ്റങ്ങൾ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലെ. ഇങ്ങനെ മോള് ഇങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ ചെയ്യണം, ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, അവര് ആലോചിക്കാണ് ഈ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യുന്നത്. അവര് ഓരോ കാര്യങ്ങളും പഠിക്കുന്നതായിരുന്നു നമ്മളെ കണ്ടിട്ട് അത് അവര് പഠിക്കുന്നത്. ഏതൊരു കാര്യമായാലും കുട്ടികൾ നമ്മളിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ കുട്ടീനെ ഇങ്ങനെ ആകണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സോ ഫാമിലീസ് ആർ ദ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ഓഫ് ദർ ചിൽഡ്രൻസ്. കുട്ടികളെ സംബന്ധിച്ച് ഫാമിലീസ് ആണ് കുട്ടികളുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത്. Parents has continues to influence children's learning even during the school years. കുട്ടികളെ സംബന്ധിച്ച് സ്കൂൾ ഇയേഴ്സുകളിൽ ഫാമിലീസിന് കുട്ടികളിൽ നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആർക്കുണ്ട്? ഫാമിലീസിനുണ്ട്. ഇപ്പോ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ക്ലാസ്സിലോ സ്കൂളിലോ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ ആദ്യം പറയുന്നത് എന്താ? നാളെ പാരന്റിനെ വിളിച്ചിട്ട് കയറിയാൽ മതി അല്ലെ. എന്നുവെച്ചാല് ഫാമിലിക്ക് അത്രയും എന്താ പറയുക, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആരില് പ്രയോഗിക്കാൻ പറ്റും? നമ്മുടെ കുട്ടികളിൽ പറ്റും. ഫാമിലി മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല. ഫാമിലീസിനെ ഒപ്പം നിർത്തിയിട്ട് വേണം നമ്മൾ എഡ്യൂക്കേഷനായിട്ട് മുന്നോട്ട് പോവാനായിട്ട്. പാരന്റ്സ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് ചിൽഡ്രൻസ് ലേണിംഗ് ഈവൻ ഡ്യൂറിംഗ് സ്കൂൾ ഇയേഴ്സ്. ഞാൻ പറഞ്ഞു, സ്കൂൾസ് ഹെൽപ്സ് ടു ബിൽഡ് സ്ട്രോങ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ഓഫ് ദ ചിൽഡ്രൻസ് ഫ്യൂച്ചർ. സ്കൂളുകൾ എന്താ ചെയ്യുന്നത്? കുട്ടികളുടെ എഡ്യൂക്കേഷന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനാണ് ആര് സ്കൂള് ചെയ്യുന്നത്. അവർ നല്ല രീതിയിൽ. ഞാനിപ്പോഴാണ് ക്ലാസ്സിൽ കയറിയത്. ഏത് ചാപ്റ്റർ ആണ് എടുക്കുന്നതെന്ന് പറയുമോ? എന്റെ പേര് ഷബീന. ഓക്കേടാ, ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് മൊഡ്യൂൾ 5 ആണ്. പേജ് നമ്പർ 122 ആണ്. ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഫാമിലീസ്, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഫാമിലീസിന്റെയും സ്കൂളിന്റെയും പാർട്ട്ണർഷിപ്പോട് കൂടി മാത്രമാണ് നമുക്ക് നല്ല കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫാമിലീസിനെ മാത്രം മാറ്റി നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളപ്പോ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെ ഫാമിലീസ് കുട്ടീനെ നേരിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എഡ്യൂക്കേഷൻ, ബിഹേവിയർ,
ക്യാരക്ടർ, ഇതിലെല്ലാത്തിലും ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആർക്കുണ്ട്? ഫാമിലീസിനുണ്ട്. ഒരു കുട്ടീനോട് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ കുട്ടി ഏത് ടൈപ്പ് ഓഫ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പുതിയ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ കുട്ടി ഏത് ഫാമിലിയിൽ നിന്നാണ് വരുന്നത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ള പാരന്റ്സ് ആണ് അവരെ വളർത്തുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എന്താ പറയാ പാരന്റിങ് ആണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് ആ കുട്ടീനോട് സംസാരിച്ചാൽ മനസ്സിലാകും. അപ്പം ഫാമിലീസിൽ നമുക്കൊരു കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഓവറോൾ ക്യാരക്ടറിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ആർക്കായിരിക്കും? ഫാമിലീസിനായിരിക്കും. അപ്പോ ഫാമിലി എപ്പോഴും ഫാമിലി നമ്മള് ഇപ്പൊ പാരന്റ്സ് പറയാൻ അത്രയും വിശ്വസിച്ച് നമ്മുടെ മക്കളെ നമ്മുടെ കുട്ടികളെ ആരിൽ ഏൽപ്പിക്കുകയാണ്? സ്കൂളിൽ ഏൽപ്പിക്കുകയാണ്. അവരുടെ ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ചിൽഡ്രൻസിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യാണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാക്കാണ്. അപ്പോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫാമിലിനോട് തിരിച്ചൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇല്ലേ? ഇവരെ നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നല്ല ഇൻഡിവിജ്വൽ ആയിട്ട് വാർത്തെടുക്കുക എന്നുള്ളത് അത് ജസ്റ്റ് സ്കൂളുകളുടെ മാത്രം എന്തല്ല ഉത്തരവാദിത്തമല്ല. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാമിലീസ് നത്തിങ് ക്യാൻ പോസിബിൾ. ഫാമിലിയുടെ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫാമിലിയുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഫ്യൂച്ചർ ജനറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇത് നമ്മള് ഫാമിലീസും ടീച്ചേഴ്സും സ്കൂൾ സ്റ്റാഫ്സും എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒരു എഫേർട്ടിലൂടെ മാത്രമാണ് നമുക്ക് കുട്ടികളെ അത്രയും നല്ല ബെറ്റർ ആയിട്ടുള്ള ചൈൽഡ് ആക്കി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ബോത്ത് സ്കൂൾസ് ആൻഡ് ഫാമിലി മസ്റ്റ് വർക്ക് ടുഗദർ ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ. ഒരു കുട്ടിയുടെ ബെറ്റർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫാമിലീസും സ്കൂൾസും നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഓക്കെ, ഇനി എന്തെല്ലാം കാര്യത്തിലാണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി ഇൻവോൾവ്മെന്റ് എന്തെല്ലാം ഇംപ്രൂവ്മെന്റ്സ് ആണ് കുട്ടിയുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇംപ്രൂവ്സ് സ്റ്റുഡൻസ് ലേണിംഗ്. കുട്ടികളുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യും. അപ്പോ നിങ്ങൾക്ക് എന്താ പറയാ കുറച്ചു നേരം കഴിയുമ്പോൾ 3:30 ആയി കഴിയുമ്പോഴേക്കും ഫോണിൽ മെസ്സേജ് വരും, ജസ്റ്റ് ഇന്ന ദിവസം ഡിക്റ്റേഷൻ ഇന്ന പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നത് ഹോംവർക്ക് ഉണ്ട്, ഇന്ന ചാപ്റ്റർ പഠിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് വരില്ലേ സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് കുട്ടിയുടെ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റുഡൻസ് ഇംപ്രൂവ് ലേണിംഗ്, കുട്ടികൾക്ക് അതുവഴി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ നാളെ എക്സാം ഉണ്ടെന്നുള്ളത് നമ്മുടെ പാരന്റ്സ്, നമ്മളുടെയൊക്കെ കാലത്ത് പാരന്റ്സിന് അറിയില്ല. പക്ഷെ ഇന്നത്തെ പാരന്റ്സിന് അങ്ങനെയല്ല. നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുട്ടികൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് പാരന്റ്സ് ഓൾറെഡി അറിഞ്ഞു നാളെ എക്സാം ആണെന്ന്. അപ്പൊ നമ്മൾ ചോദിക്കും എക്സാം ഉണ്ടോ? അപ്പൊ അവരെന്ത് പറയും? കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോ കള്ളം പറയായിരിക്കും അല്ലെ? ഇല്ല അമ്മ എക്സാം ഒന്നും ഇല്ല. അപ്പൊ പറയും ഇന്ന ടോപ്പിക് ഇല്ലേ ചോദിക്കുമ്പോ നമ്മള് അത് മനസ്സിലാക്കി അവരെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇംപ്രൂവ് അറ്റൻഡൻസ്. കുട്ടികൾ ലീവ് ആകുന്നത് നമുക്ക് ഈ ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ലീവ് ആകുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ അത് ടീച്ചേഴ്സിനോട് പറയാം. അത് മാറുമ്പോൾ കറക്റ്റ് ആയിട്ട് കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആബ്സെന്റിസം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇംപ്രൂവ് ബിഹേവിയർ. എപ്പോഴാണ് ആബ്സെന്റിസം വരുന്നത്? നമുക്കൊരു ക്ലാസ്സിനോട് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ നമ്മൾ ആബ്സെന്റ് ആവും അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോ നാളെ എക്സാം മാത്സ് എക്സാം ആണെങ്കിൽ ഉറപ്പായിട്ട് നാളെ ആബ്സെന്റ് ആയിരിക്കും. ഞങ്ങളുടെയൊക്കെ ടൈമില് അല്ലെങ്കിൽ മേ ബി നിങ്ങളെല്ലാവരും അങ്ങനെ ഇരിക്കും തോന്നുന്നു. ചിലപ്പോ നമ്മൾ എക്സാമിനൊക്കെ ടഫ് ആണെങ്കിൽ എക്സാം ഒക്കെ പറയുന്ന ദിവസങ്ങളിൽ ചിലപ്പോ ആബ്സെന്റ് ആവുമല്ലേ നമ്മള്? ഓർക്കില്ല, നിങ്ങൾ നല്ല കുട്ടികളാ. ഞാൻ നല്ല പഠിച്ച കുട്ടിയായിരുന്നു. ഹിന്ദിയാണെങ്കിൽ ഏറ്റവും പേരുള്ള സബ്ജക്ട് ഇട്ടാ. സോ ഹിന്ദി എക്സാം ആണെങ്കിൽ നൈസായിട്ട് ഞാൻ അന്ന് ലീവ് എടുക്കും. എന്തെങ്കിലും പനി എനിക്ക് കാരണം എങ്ങനെയെങ്കിലും പനിയൊക്കെ ലീവാക്കും. ചിലപ്പോ ട്രൈ ചെയ്യും പനി ആവാനായിട്ട്. അപ്പൊ അമ്മ എനിക്ക് പനിക്കുന്നതൊക്കെ തലേന്ന് വൈകുന്നേരം പറയുമ്പോ തന്നെ അമ്മ ചോദിക്കും നാളെ എന്തെങ്കിലും എക്സാം ഉണ്ടാ? എക്സാം ഒന്നുമില്ല. അപ്പൊ ആബ്സെന്റിസം കൂടുതലായിരുന്നു നമുക്ക്. പക്ഷെ ഇന്നത്തെ പാരന്റ്സിനോട് ആ ഒരു അടവെടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോ എക്സാമിന്റെ കണ്ടു, നമ്മൾ എക്സാം ഇന്ന ദിവസം ഇന്ന എക്സാം ആണ് കുട്ടി പറയാണ് എനിക്ക് പനിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് നോക്കും. പനിയൊന്നും ഇല്ലാതെ കാണുമ്പോൾ എക്സാം എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണ് നമുക്ക് നേരത്തെ മനസ്സിലാക്കാനും അവരെ കറക്റ്റ് ആയിട്ട് സ്കൂളിൽ എത്തിക്കാനും നമുക്ക് പറ്റും. പിന്നെ ഇംപ്രൂവ് ബിഹേവിയർ. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിലൂടെ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഹേവിയർ എന്ന് വെച്ചാൽ അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവും കുട്ടികളിൽ. അത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ബിഹേവിയറൽ ഇഷ്യൂസ് ആണ് കേട്ടോ. ചിലപ്പോ എല്ലാ ഫാമിലീസും
എന്താ പറയാ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വരുന്നെങ്കിൽ കുട്ടികൾ വരുന്നെങ്കിൽ ആ കുട്ടികളിലെ ബിഹേവിയറൽ ഇഷ്യൂസ് നമുക്ക് ഫീൽ ചെയ്യും. സോ നമ്മളത് പാരന്റ്സിനോട് നോട്ട് ചെയ്യും. അവരെയും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപദേശിച്ച് കറക്റ്റ് ചെയ്ത് അവർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ എസെൻഷ്യൽ ഫോർ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നല്ലൊരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ബിസിനസ് ആണ് അല്ലെ. പ്രൈവറ്റ് സ്കൂളുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ബിസിനസ് ആണ് അല്ലെ. ബിസിനസ് പാരന്റ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ കസ്റ്റമേഴ്സ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ബിസിനസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും സ്കൂളുകളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക വിത്ത് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഫാമിലീസിനെ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്യാം. കാരണം കുട്ടീനെ പാരന്റ്സ് ചിലപ്പോൾ ടീച്ചറിനേക്കാളും കൂടുതൽ കുട്ടീനെ മനസ്സിലാക്കുന്നത് പാരന്റ്സ് ആയിരിക്കും. നമ്മുടെ കുട്ടിയുടെ പോരായ്മകൾ ടീച്ചറോട് പറയാം, ഇവൻ ഇങ്ങനെയാണ്, ഇത്തിരി വീക്കാണ്, സ്ലോ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് വളരെ കുറവാണ്. അതായത് നമുക്ക് ടീച്ചർമാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരുടെയും കൂടി ഒരു സഹായത്തോടു കൂടി അവരെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് റീഡ് ചെയ്യോ ആരെങ്കിലും? ഓക്കെ, ആര്യ റീഡ് ചെയ്തോളാം. Why at the family? Yes, ma'am. ആര്യ ഫസ്റ്റ് പാരഗ്രാഫ് റീഡ് ചെയ്തോ. ലിനി സെക്കൻഡ് പാരഗ്രാഫ് റീഡ് ചെയ്തോട്ടോ. Okay, ma'am. Why at the family? School partnership important. Families are first educators of their children and they continue to impact their children. Learning and improvement during to the school years and along afterwards, school have an important responsibility in helping to nature and teach future generation and families. Trust school to provide educational foundation for their children's future. At the same time, school need to identify the primary role of families in education. This is why it is important for families and school to work together in partnership. Thank you, ma'am. Research Sorry. demonstrates that effective schools have high level of parental and community involvement. This involvement is strongly related to upgraded student learning, attendance, and behavior. Family involvement can have a major burn on student learning regardless of the social or cultural background of the family. Family involvement in schools is therefore central to high quality education and is part of the core 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 എന്നല്ല ma'am, business of schools. Thank you. ഇനി ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണോ നിങ്ങൾക്ക്? ഓരോ മീനിങ് ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യണോ? എങ്ങനെയാ? സമ്മപ്പ് സാധാരണ ടീച്ചിലേക്ക് വരുമ്പോ സമ്മപ്പ് ചെയ്താ പോവാറ് ക്ലാസ്. നീ അത് ഒന്നും കൂടി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണോ ഞാൻ? വേണ്ട മാം, ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു വിട്ടേച്ചാൽ മതി. കാര്യം ഓരോന്നും സ്പെസിഫൈ ചെയ്യണ്ടല്ലോ എനിക്ക് തോന്നുന്നു. ഓക്കെ, ബാക്കിയുള്ളവർക്കോ? വേണ്ട മാം, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ചെറിയ ടഫായിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ റീഡ് ചെയ്ത് തരാം. റീഡ് ചെയ്ത് സെന്റൻസ് ബൈ സെന്റൻസ് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ളത് ജസ്റ്റ് റീഡ് ചെയ്ത് പോവാം. എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ, ഈ ടോപ്പിക് ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്തേ.
എല്ലാവരും റീഡ് ചെയ്തോ? ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ നോക്കുന്നത് എയിംസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഫ്രെയിംവർക്ക് ആണ്. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ എയിംസ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഈസ് എൻകറേജ് സസ്റ്റൈനബിൾ എഫക്റ്റീവ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ സ്കൂൾ കമ്മ്യൂണിറ്റി ഇൻക്ലൂഡിംഗ് ടീച്ചേഴ്സ്, ഫാമിലി, സ്റ്റുഡൻസ്. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അതിന് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ ബിൽഡ് എ സ്ട്രോങ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ടീച്ചേഴ്സ്, ഫാമിലീസ് ആൻഡ് സ്റ്റുഡൻസ്. കുട്ടികളും ടീച്ചേഴ്സും പിന്നെ പാരന്റ്സും ആയിട്ട് ഫാമിലീസും ആയിട്ട് നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നതാണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം. അതിലൂടെ നമ്മുടെ കുട്ടികളുടെ ബെറ്റർ ഇംപ്രൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്. കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ഇംപ്രൂവ്മെന്റ്സ് നല്ല രീതിയിലാക്കുക എന്നതാണ് നമ്മൾ അതിൽ എയിം വെക്കുന്നത്. റെസ്പെക്ട് ദ ഡിഫറെന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ഫ്രം ഈച്ച് പാർട്ട്ണർ. നമുക്കറിയാം ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിൽ ആരൊക്കെ വരുന്നുണ്ട്? ടീച്ചേഴ്സ്, ഫാമിലീസ്, സ്റ്റുഡൻസ്. ഓക്കെ, ഇത്രയും 3 പേര്. പിന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. സൊസൈറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളെയാണ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ 4 വ്യക്തികളെയും റെസ്പെക്ട് ചെയ്യുക. ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, ടീച്ചേഴ്സ് ഫാമിലീസിനെ റെസ്പെക്ട് ചെയ്യുക, ഫാമിലീസ് തിരിച്ച് ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക. ദെൻ കുട്ടികളെ റെസ്പെക്ട് ചെയ്യുക. അവരുടെ നീഡ്സും പ്രിഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരെ എന്ത് ചെയ്യാനായിട്ട്, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. ടു റെസ്പെക്ട് സ്റ്റുഡൻസ് നീഡ്സ് ആൻഡ് പ്രിഫറൻസ്. നമ്മൾ എല്ലാ കുട്ടികളെയും ഓരോ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓരോ കുട്ടികളും എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ക്യാരക്ടർ, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ആ ഓരോ കുട്ടിയുടെ നീഡ്സും പ്രിഫറൻസും കണ്ട് മനസ്സിലാക്കി നമ്മൾ അവരോട് പെരുമാറാണ് വേണ്ടത്. എൻകറേജ് ഓൾ ഫാമിലീസ് ടു പാർട്ടിസിപ്പേറ്റ് സ്കൂൾ ലെവൽ ആക്ടിവിറ്റീസ്. നമ്മൾ സ്കൂൾ ലെവൽ ആക്ടിവിറ്റീസിൽ എല്ലാ ഫാമിലീസിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസും കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ മോളെ ഈ ലാസ്റ്റ് ഇയർ ആണ് സ്കൂളിൽ ചേർത്തത്. അവിടെ ഫസ്റ്റ് ഒരു 2 months ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫാദേഴ്സ് ഡേയുടെ പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. സോ ഫാദേഴ്സ് ഡേയുടെ പ്രോഗ്രാം ആയിട്ട് ഫാദേഴ്സിനെ, കുട്ടികളുടെ അച്ഛന്മാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവരൊരു പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാലോചിച്ചപ്പോ ശരിയാണ്, കാരണം ഫാമിലിനെയും കൂടി കൂടുതൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. സോ ഫാമിലീസിന് ഒരു അവസരം കിട്ടാണ് കൂടുതലായിട്ട് സ്കൂളായിട്ട് മനസ്സിലാക്കാനും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്കൊരു അവസരം കിട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓണം സെലിബ്രേഷൻസും കാര്യങ്ങളും അതിലും അവരുടെ പാരന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഓരോ പാരന്റ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആനുവൽ ഡേ മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളിൽ പാരന്റ്സിനെ നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ബെറ്റർ ആയിട്ട് നമുക്ക് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കുട്ടികളെ റിലേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഫാമിലീസിന്റെ ഡിസിഷനും അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയനും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സ്കൂളുകൾ ഓരോ തീരുമാനങ്ങളും എടുക്കാനായിട്ട്. ഒരു എൻകറേജ് ഓർ ഫാമിലി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസിൽ എന്താണ് സ്റ്റുഡൻസ് പാരന്റ്സിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലും ഫാമിലീസിന്റെ പാർട്ടിസിപ്പേഷൻ നിർബന്ധമാണ്. കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആര് വേണം, ഫാമിലീസിന്റെയും കൂടി ഇൻവോൾവ്മെന്റ് വേണം. പണ്ട് നമ്മൾ പറയുള്ളൂ PT എന്ന് പറയും, എന്താ പറയാ, പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ അല്ലെ. കുറച്ച് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് നോക്കാതെ അതിന്റെ കൂടി കുറച്ചും കൂടി ഹൈപ്പർ വേഷൻ, അതായത് ഒരു തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പ്, കുറച്ചും കൂടി എന്താണ് PT അല്ല, എന്നാൽ കുറച്ചുകൂടി അതിന് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്. തൊട്ട് മുകളിലായിട്ടുള്ള ഒരു ബോഡിയാണ് എന്താ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. PTAനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. allows the family to take part in school decision making. ഞാൻ പറഞ്ഞൂലേ, സ്കൂൾ ഡിസിഷൻ മേക്കിംഗില് ഫാമിലീസും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. ഇംപ്രൂവ് സ്കൂൾ പ്രോഗ്രാം ആൻഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. സ്കൂൾ പ്രോഗ്രാംസ് കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യുന്നു, അവർ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്നു. നമ്മളിപ്പോ ഒരു കുട്ടീനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്കൂളിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഫാമിലി കൂടിയാണ് ഒരു എഡ്യൂക്കേഷൻ പാസ് ചെയ്യുന്നത്.
അല്ലേ? നമ്മൾ കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആരുണ്ട്, ഫാമിലീസ് ഈ കുട്ടികളുടെ പുറകിലുണ്ട്. സോ അത് കോൺഷ്യസ് ആയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ. ഇംപ്രൂവ് ദ ടീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പറയും ടീച്ചേഴ്സ്, നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഒരു കുട്ടിയെ നമ്മുടെ ക്ലാസ്സിൽ ചേർക്കുന്ന സമയത്ത് കുട്ടി വളരെ വീക്കായിരുന്നു എന്ന് വിചാരിക്കും. അപ്പോ ആ കുട്ടിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പാരന്റ്സ് എന്ത് ചെയ്യും, നമ്മളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ. ആ കുട്ടിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ട്, ഇവിടെ ചേർത്തതിന് ശേഷം അല്ലെങ്കിൽ മിസ് പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റങ്ങൾ ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ അതെന്താണ്, നമുക്ക് പ്രിൻസിപ്പൽസ് ഓർ ടീച്ചേഴ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടിയാണ് നമുക്ക് അവിടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കൊന്ന് അതിലുള്ള റീഡ് ചെയ്യോ ആ പോയിന്റ്സുകൾ 6 പോയിന്റ് വരെ? ആരുമില്ല, ഞാൻ ശ്രുതി വായിച്ചു. കുഴപ്പമില്ലല്ലോ, എല്ലാവരും ശ്രുതി വായിച്ചോളൂ. Okay, ma'am. ഫസ്റ്റ് പാരഗ്രാഫ് മുതൽ ലാസ്റ്റ് പോയിന്റ് വരെ കേട്ടോ, ആ 6 പോയിന്റ്സ് വരെ. The aim of the family school partnership framework is to encourage sustainable and effective partnerships between all members of the school community, including teachers, families, and students. This partnership should view each partner as making equally valuable contributions while respecting different contributions. Respect students' needs and preference. Address barriers to involvement schools by families, in particular indigenous families, and actively help previously indifferent families to become involved. Create better programs, opportunities, and learning for students. Give families suitable opportunities to contribute to school decision making and governance, and contribute to professional satisfaction for principals and teachers. Thank you. ഓക്കെ, അപ്പോ നമ്മൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് പാർട്ട്നേഴ്സിനെ എന്താണ് വാല്യുബിൾ മെമ്പേഴ്സ് ആണ് ടു ബിൽഡ്. മെയിൻ ആയിട്ട് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ എയിം എന്ന് പറഞ്ഞാൽ നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക, ടീച്ചേഴ്സും ഫാമിലീസും സ്റ്റുഡൻസ് ആയിട്ട് നല്ലൊരു സ്ട്രോങ് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ each partner has to make equally valuable contribution. Teachers, families, students മൂന്ന് പേരും നല്ല equally valuable contribution എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂഷൻ മേക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബൈ റെസ്പെക്ടിങ് ഡിഫറെന്റ് കോൺട്രിബ്യൂഷൻ, ഓരോ വ്യക്തികളുടെയും കോൺട്രിബ്യൂഷൻ എന്തായാലും ഡിഫറെന്റ് ആണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു കുട്ടി നല്ല രീതിയിൽ ലേൺ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. റെസ്പെക്ട് സ്റ്റുഡൻസ് നീഡ്സ് ആൻഡ് പ്രിഫറൻസ്. നമ്മുടെ കുട്ടികളുടെ നീഡ്സും പ്രിഫറൻസും കണ്ടറിഞ്ഞ് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ബിൽഡ് ചെയ്യാനായിട്ട്. Encourage all family to participate in school activities. Address barrier to involvement in പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ടെസ്റ്റില് ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ചില പേരുകൾ തമ്മിൽ സ്പേസ് ഉണ്ടാവില്ല. ഇൻവോൾവ്മെന്റ് ഇന്നുണ്ടോ, അപ്പം അത് തമ്മിൽ വേർഡ്സ് തമ്മിലുള്ള സ്പേസ് കുറവ്, ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. ടീച്ചർമാര് പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോയിക്കോട്ടാ. ചിലപ്പോ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ടെസ്റ്റിൽ ചിലപ്പോ മിസ്റ്റേക്ക് ഉണ്ടാവില്ല, നമ്മൾ PDF ഷെയർ ചെയ്തതിലായിരിക്കും മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ നോക്കാം, നമ്മുടെ എന്തെങ്കിലും ബാരിയേഴ്സോ തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അത് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ നല്ലൊരു ബെറ്റർ പ്രോഗ്രാംസ്, ഓപ്പർച്യൂണിറ്റീസ്, കുട്ടികൾക്ക് ലേൺ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസും ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യണം. ഫാമിലീസിനെ സ്യൂട്ടബിൾ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത് ഫാമിലീസ് ആണ്. പിന്നെന്താണ്, ടീച്ചേഴ്സിനെ സംബന്ധിച്ച്, ടീച്ചേഴ്സും പ്രിൻസിപ്പാളിനെ സംബന്ധിച്ച് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഫാമിലി പാർട്ണർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുട്ടികളിൽ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് സ്റ്റഡീസിനെ കുറിച്ചിട്ട്, രീതികളെ കുറിച്ചിട്ട് ആർക്ക് നല്ല ധാരണ ഉണ്ടാവും, പാരന്റ്സിന് നല്ല ധാരണ ഉണ്ടാവും. സോ അപ്പൊ എന്താണ്, നമ്മൾ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്, ട്രെയിൻ ചെയ്യിക്കുന്നത് ആർക്കറിയാം, പാരന്റ്സിന് അറിയാം. സോ നമ്മൾ ചെയ്യുന്ന വർക്ക് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ
അത് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷനും കൂടി കിട്ടും. പാരന്റ്സ് നമ്മൾ എന്താ പറയാ, നിങ്ങൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എന്റെ കുട്ടി ഇങ്ങനെ ഒരു രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും, നല്ല സന്തോഷം കിട്ടും. ഇനി developing family-school partnership may not always be easy. So, challenges ഉണ്ട് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്, അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഡെവലപ്മെന്റ് ടേക്ക് എ ലോങ് ടൈം ആൻഡ് എഫേർട്ടും ടൈമും നമുക്ക് കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും ഇൻവോൾവ് ചെയ്തിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് റിക്വയർഡ് മോർ ടൈം ആൻഡ് മണി അതോടെ നിൽക്കട്ടെ, ടൈം കൂടുതലായിട്ട് എടുക്കും. Some families may not need extra support to participate. ചില ഫാമിലീസിന് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ ചില ഫാമിലീസ് നോക്കുമ്പോൾ ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും പാരന്റ്സ്, ബോത്ത് പാരന്റ്സ് എങ്ങനെയായിരിക്കും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ മീറ്റിംഗ്സ് കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്റെ മോൾ പഠിക്കുന്ന സ്കൂളില് പാരന്റ്സ് മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ വെക്കുന്നത്. പാരന്റ്സ് മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ആണ് വെക്കുന്നത്. ഇനി സപ്പോസ് എന്തെങ്കിലും മീറ്റിംഗ് അർജന്റ് ആയിട്ട് എങ്ങാനും വെക്കേണ്ട വന്നു കഴിഞ്ഞാൽ അവര് വർക്കിംഗ് അവേഴ്സിന് ശേഷമായിട്ട് വെക്കുന്നത്. ഒരു 4 o'clock to ആ ഒരു ടൈമിലാണ് മീറ്റിംഗ് ഒക്കെ വെക്കും. എന്നുവെച്ചാൽ 3:30 to 4:30 PM ആ ഒരു ടൈമിലൊക്കെ മീറ്റിംഗ് വെക്കാറുണ്ട്. സോ എന്താണ്, ചില ഫാമിലീസിന് എല്ലാവർക്കും ആ ഒരു ടൈമിൽ എത്താനായിട്ട് പറ്റണമെന്നില്ല, നമ്മൾ പറയുന്ന ടൈമിൽ എത്താൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള പാരന്റ്സിനെയും കൂടി ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് സാറ്റർഡേസ് ഒക്കെ മീറ്റിംഗ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. സോ നമ്മൾ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കൺസിഡർ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എക്സ്ട്രാ സപ്പോർട്ടാണ് അല്ലെ, സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് വെക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി പാരന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ സെക്കൻഡ് സാറ്റർഡേ ലീവുള്ള പാരന്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ തന്നെ കുട്ടികളുടെ കാര്യമാണ്, കുട്ടികളുടെ പാരന്റ്സ് മീറ്റിംഗ് ആണ്. സോ നമ്മളൊരു ദിവസം ലീവ് എടുത്താൽ പോലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക തന്നെ വേണം. ഓക്കെ. എന്റെ ചെറുപ്പത്തില് സാധാരണ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പാരന്റ്സ് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വരുന്നത്. 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചർമാര് വാൺ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും എന്റെ പാരന്റ്സ് വരുന്നത്. പക്ഷേ എന്റെ ഫ്രണ്ടിന്റെ ഫാദറും മദറും, അമ്മയും അച്ഛനും ഒരുമിച്ചായിരിക്കും അവരുടെ പാരന്റ്സ് മീറ്റിങ്ങിന് വരുന്നത്. ഞാൻ കണ്ടിട്ട് ബാക്കി ആരും അങ്ങനെ പാരന്റ്സ് ആയിട്ട് വരാറില്ല. അതിൽ ഒരാൾ വരുള്ളൂ. ചിലപ്പോൾ ഒരാൾ ബിസി ആയിരിക്കും, മറ്റൊരാൾ വരും. അച്ഛൻ വർക്കിംഗ് ആണെങ്കിൽ അമ്മയായിരിക്കും വരുന്നത്, അമ്മ വർക്കിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ അമ്മ ഇപ്പോ എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ അച്ഛനായിരിക്കും വരുന്നത്. അപ്പൊ പക്ഷെ ഈ കുട്ടിയുടെ പാരന്റ്സ് രണ്ടുപേരും വർക്കിംഗ്, രണ്ടുപേരും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. സോ ഇവർ രണ്ടുപേരും എന്നാണോ മീറ്റിംഗ് വെക്കുന്നത്, വർക്കിംഗ് ഡേയ്സിലേക്ക് പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ ആ ദിവസം അവർ രണ്ടുപേരും വരും. കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ അവര് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അത് നമുക്ക് അവരുടെ ഒരു പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ജസ്റ്റ് ടീച്ചർമാർക്കും കൂടി ഒരു റെസ്പെക്ട് ആയിരുന്നു ആ പാരന്റ്സിനോട്. കാരണം രണ്ടുപേരും വരും, ബോത്ത് അച്ഛനും പപ്പയും മമ്മിയും വരും. ദിയ എന്നാണ് അവളുടെ പേര്. സോ പപ്പയും മമ്മിയും വരും, രണ്ടുപേരും അത്രയും ഇമ്പോർട്ടൻസ് അവളുടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പഠിക്കാത്ത കുട്ടിയൊന്നുമല്ല, നന്നായിട്ട് പഠിക്കും, നല്ല പെർഫോമൻസ് ആണ്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കും. നല്ലൊരു എന്താ പറയാ സപ്പോർട്ട്, ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട് അവൾക്ക്. എന്താ പറയാ നല്ല എല്ലാ കാര്യത്തിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഞങ്ങളുടെയൊക്കെ പാരന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മള് കുറച്ച് എല്ലാ ഫ്രീഡോട്ട് തന്നെ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ വളർത്തുന്നത്. പക്ഷെ ഉള്ള പാരന്റ്സ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവളോട് അപ്രോച്ച് ചെയ്യുന്നത്, ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. അവര് രണ്ടുപേരും അത്യാവശ്യം നല്ല ഒരു ബോണ്ട്, പാരന്റ്സും കുട്ടിയും തമ്മിൽ നല്ല ബോണ്ട് ഉണ്ട്. അതേപോലെ നമുക്കൊരു എന്താണ് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ പാരന്റ്സിനും അവരുടെ പാരന്റ്സ് മീറ്റിംഗൊക്കെ പങ്കെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പാരന്റ്സ് ഇപ്പൊ പാരന്റ്സ് മീറ്റിംഗിന് പോയില്ലെങ്കിൽ പോലും കുട്ടിയുടെ ആനുവൽ ഡേ പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. ആനുവൽ ഡേ ഉണ്ടല്ലോ, അതിന് പാരന്റ്സ് രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ കുട്ടികളുടെ ചെറിയ ചെറിയ കഴിവുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കിട്ടുന്ന അവസരമാണ്. കുഞ്ഞു മക്കളുള്ളവരോടാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയവർക്കും അത് ഫോളോ ചെയ്യാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ കാണാനൊക്കെ പോവാം. എന്നുവെച്ചാൽ അത് അവരെ സംബന്ധിച്ച്
അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് നമ്മൾ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് സ്കൂളിനോട് നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതിന് പുറകില് നമ്മളെ പോലത്തെ ഒരുപാട് ടീച്ചേഴ്സിന്റെ എഫേർട്ടും കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി കൺസിഡർ ചെയ്യണം കേട്ടോ. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും കുറച്ച് നാൾ കഴിയുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ഇത് ജോയിൻ ചെയ്യും, വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങും. ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും വരും. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റട്ടെ. ഓക്കെ, നോക്കാം കേട്ടോ ആ പാരഗ്രാഫ്. ഡെവലപ്പിംഗ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് may not always be easy. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഈസി അല്ല. ഇറ്റ് റിക്വയർസ് പ്രോമിസ് ആൻഡ് ടൈം. അതിന് പ്രോമിസും ടൈമും വേണം. ഇപ്പോൾ ഫാമിലി സ്കൂൾ ഫുഡ് എന്നുള്ളൊരു പ്രോമിസും സ്കൂൾ പ്രോഗ്രാംസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈമും മാത്രം വേണം, ഫാമിലീസിനും വേണം. ബിക്കോസ് ഓഫ് പ്രഷർ സർക്കംസ്റ്റാൻസസ് മെനി ഫാമിലി will make special arrangements. മേ ബി എന്തെങ്കിലും പ്രഷർ, ഫാമിലി പ്രഷർ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം ചില ഫാമിലീസിന് ഇതുപോലുള്ള അറേഞ്ച്മെന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള രീതി അല്ലെങ്കിൽ എക്സ്ട്രാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടിവരും. ടു എനേബിൾ ദം ടു ബിക്കം ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ ചിൽഡ്രൻസ് സ്കൂൾ ലൈഫ്. എന്നാൽ മാത്രമായിരിക്കും നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ലൈഫിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. And to help their children get the most from school. സ്കൂളിൽ നിന്ന് അത്രയും മോസ്റ്റ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ. The result of this effort will be significant. ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലി ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. നല്ല രീതിയിലുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫാമിലീസിന് കുട്ടികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഡിഫിക്കൽട്ടി സ്കൂൾസ് ഫേസ് ആർ beneficial source of support which the school cannot afford to underestimate. നമുക്കറിയാം നമ്മുടെ ഓരോ കുട്ടികളെയും ഡെവലപ്പ് ചെയ്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ളൊരു കാര്യമാണ്. അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസും കാര്യങ്ങൾക്കും നമുക്ക് നേരിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് വേണം, എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേഷനും വേണം. Schools that engage family in their children's learning are trapping in rich source of information and competence and can help to build community. So, schools, families കൂടി എൻഗേജ് ചെയ്ത് വേണം ഓരോ കാര്യങ്ങൾ കുട്ടികളുടെ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ, ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഷെയർ ചെയ്യാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും. അതിലൂടെ നമുക്ക് നല്ലൊരു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു പേജ് ഞാൻ ഇത്രയും നേരം റീഡ് ചെയ്ത് ഇഷ്യൂവിന് മുകളിൽ വരെ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും റീഡ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? ബാക്കിയുള്ളവര് കുട്ടികള് ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്? കുഴപ്പമില്ല, സ്പീഡൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ,
ജസ്റ്റ് ഞാൻ നിങ്ങളോട് സമ്മപ്പ് ചെയ്യാണ്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഫാമിലീസും സ്കൂൾസും നല്ല ഈക്വലി വാല്യുബിൾ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് കോപ്പറേഷനോട് കൂടി വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു നല്ലൊരു ഔട്ട്പുട്ട് ഉള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ effective partnership is based on mutual trust and respect and share the liability of the education of children. നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് എഫക്റ്റീവ് ആകുന്നത് മ്യൂച്വൽ ട്രസ്റ്റ് റെസ്പെക്റ്റിലൂടെ മാത്രമാണ്. പരസ്പര വിശ്വാസം, പരസ്പര എന്താണ് ബഹുമാനത്തിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു പാർട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മള് എഡ്യൂക്കേഷൻ, കുട്ടിയുടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ചുള്ള ലയബിലിറ്റീസ് ഫാമിലീസും സ്കൂൾസുും ഈക്വലി ഷെയർ ചെയ്ത് അതെന്ത് ചെയ്യാണ്, ഈക്വലി ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്ന് അവൻ ആദ്യം ലേൺ ചെയ്യുന്നു. കുട്ടിയുടെ എഡ്യൂക്കേഷൻ, ലേണിംഗ്, ഇംപ്രൂവ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം തന്നെയാണ് ഫാമിലീസ്. അപ്പൊ ഫാമിലീസിന്റെ കൂടി ഇൻവോൾവ്മെന്റോട് കൂടി നമ്മൾ കുട്ടികളെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾ ചെയ്യണം, വാർത്തെടുക്കണം. അതാണ് നമ്മളെ ഓരോരുത്തരും എന്റെ എന്താണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ആ ടോപ്പിക്ക് ക്ലിയർ അല്ലേ? ഇനി ദെൻ ഇഷ്യൂസ് ആണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എല്ലാവരും ഒന്ന് റീഡ് ചെയ്യുക, ടോപ്പിക്ക് ക്ലിയർ ആണോ എന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. മോക്ക് ടെസ്റ്റ് നമ്മള് MPയുടെ എല്ലാ ബാച്ചുകളും പോലെ എല്ലാ ഒരു ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴായിരിക്കും മോക്ക് ടെസ്റ്റ് തരുന്നത്. അത് മിസ് ആവുന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിനെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഇന്ന് സൈനിന്റെ തോട്ട് ഓഫ് ദി ഡേ ഒന്നും പറഞ്ഞില്ല അല്ലെ? പ്രയർ ഒന്നും പറഞ്ഞില്ല? നോ മാം, പറഞ്ഞില്ല. ബാക്കി ക്ലാസ്സുകൾക്കൊക്കെ പറയാറില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് മുതൽ എന്റെ ക്ലാസ്സിനും പ്രയർ ഒക്കെ പറയണം. ഞാനും ജസ്റ്റ് വേഗം സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്, സോറി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് മുതൽ സൈനിങ് തോട്ട് ഓഫ് ദി ഡേ നമ്മുടെ ആ ഒരു റൂട്ടീൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.